നമ്മൾ തയ്യാറാക്കുന്ന ഒരു പ്ലം കേക്കാണ്. അപ്പൊ ഇതിന് മുന്നേ ഞാനൊരു പ്ലം കേക്കിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിട്ടപ്പോഴത്തേക്ക് കുറച്ച് പേരെന്റെ അടുത്ത് ചോദിച്ചിരുന്നു ബട്ടറും മുട്ടയൊന്നും ചേർക്കാതെ ഉള്ള ഒരു പ്ലം കേക്കിന്റെ റെസിപ്പി ഇടുപോകുന്ന, അതായത് ബട്ടറിന് പകരം ഓയിലും പിന്നെ മുട്ടയും ചേർക്കാത്തത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ ഒരു എഗ്ലെസ് പ്ലം കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും നമുക്ക് മുട്ട ചേർക്കാതെ പ്ലം കേക്ക് തയ്യാറാക്കിയാലും. അപ്പൊ മുട്ട ഉപയോഗിക്കുകയില്ലാത്തവരെല്ലാവരും ഈ രീതിയിലൊന്ന് പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കൂ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മുന്തിരി ജ്യൂസാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിവിടെ 1/4 കപ്പ് ചെറുതാക്കി നുറുക്കിയതും, ഈത്തപ്പഴം 1/4 കപ്പ്, 1/4 കപ്പ് കറുത്ത മുന്തിരി, 1/4 കപ്പ് നട്ട്സ് ചെറുതാക്കി നുറുക്കിയത്, പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി 3 കളർ എടുത്തിട്ടുണ്ട്. അത് 3 കൂടി 1/2 കപ്പ് അളവുണ്ട്. അപ്പൊ ഇത്രയാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇതിലെ നട്ട്സ് നമുക്ക് ഇപ്പൊ ചേർക്കണ്ട, അത് മാറ്റി വെക്കാം. ബാക്കി ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി നമുക്ക് മുന്തിരി ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് സോക്ക് ആകാനായിട്ട് വെക്കാം. അപ്പൊ ഒരു 5-6 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് എന്തായാലും വെക്കുക. ഞാനിപ്പോ ഇന്ന് ഇവിടെ രാത്രിയാണ് ഇത് സോക്ക് ചെയ്യുന്നത്. എന്നിട്ട് നാളെ രാവിലെയാണ് ഇനി കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ അത് നല്ലപോലെ സോക്കായി നമുക്ക് കിട്ടും. ഇപ്പൊ ഇവിടെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് സോക്കായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി കേക്കിന് വേണ്ടിയിട്ട് ഉള്ള കുറച്ച് ബട്ടർ മിൽക്ക് നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. ഞാനിവിടെ 1/2 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇളം ചൂടുള്ള പാലാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് ഒന്ന് മിക്സ് ആക്കി മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും നമുക്ക് ബട്ടർ മിൽക്ക് റെഡിയായി കിട്ടും. അടുത്ത് നമുക്ക് കേക്കിന് വേണ്ട സ്പൈസസ് ഒക്കെ ഒന്ന് പൊടിച്ചെടുത്ത് വെക്കാം. ഞാനിവിടെ ഒരു ചെറിയ പീസ് ജാതിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്, 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, കുറച്ച് കറുവ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വെക്കാം. ഇപ്പൊ നമ്മൾ സ്പൈസസ് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റി വെക്കാം. കേക്കിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുത്ത് വെക്കാം. ഇപ്പൊ ഇവിടെ ഞാൻ 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ വാനില പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ അടുത്ത് നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കാരമൽ സിറപ്പാണിത്. അപ്പൊ ഞാനിവിടെ ഹെർഷീസിന്റെ കാരമൽ സിറപ്പാണ് എടുത്തേക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ സിറപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് കാരമലൈസ് ചെയ്ത് എടുത്താൽ മതി. അപ്പൊ എങ്ങനെയാണ് കാരമലൈസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇതിന് മുമ്പിട്ട പ്ലം കേക്കിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ ചെയ്തെടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജാം ചേർക്കുന്നുണ്ട്. അപ്പൊ ഇത് ബനാന ജാമാണ്. അപ്പൊ ഇതില്ല എന്നുണ്ടെങ്കിൽ മിക്സഡ് ഫ്രൂട്ട് ജാം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ബനാന ജാമാണ്. ഇതിന്റെ വീഡിയോ ഞാൻ മുൻപിട്ടിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പേർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പൊ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 3 കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ആ ഓയിലും കാരമൽ സിറപ്പും ജാമും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കിട്ടണം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പൊ ഇവിടെ ഇത് നല്ലപോലെ നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കാൻ വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ നല്ലപോലെ ഇത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ഒരു അരിപ്പയിലൂടെ അരിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സാവകാശം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. മുട്ടയും ബട്ടറും ഒന്നും ഒരുപാട് ഉപയോഗിക്കുകയെന്നുള്ളവർ ഈ രീതിയിലൊന്ന് പ്ലം കേക്ക് റെഡിയാക്കി നോക്കൂ. ഇപ്പൊ നമ്മൾ മൈദ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ നിന്ന് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കേക്കിനിൽ ഒഴിച്ചതിന് ശേഷം മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ഒരു സോക്ക് ചെയ്ത ഫ്രൂട്ട്സും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂടെ തന്നെ നുറുക്കി വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ നോൺ സ്റ്റിക്ക് പാനിൽ ഗ്യാസ് സ്റ്റവിൽ വെച്ചാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ഞാനൊരു ദോശക്കല്ല് ഗ്യാസ് സ്റ്റവിലോട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി ഇടണം. അതിലേക്കാണ് നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പൊ ഇനി ഇത് നമുക്ക് റെഡിയാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് മൈദയിട്ട് തട്ടിയെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ബാറ്ററിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ബാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ചൂടാക്കി ഇട്ടിരിക്കുന്ന ദോശക്കല്ലിലോട്ട് വെച്ച് കൊടുക്കാം.
ഇനി നമുക്ക് ഫ്ലെയിം ഒരൽപ്പം കുറച്ച് വെക്കണം. ഒരു മീഡിയത്തിനും ലോയ്ക്കും ഇടയ്ക്കായിട്ടുള്ള ഫ്ലെയിമിൽ ഒരു 45 മുതൽ 60 മിനിറ്റ് വരെ സമയം എടുക്കും നമുക്കിത് ബേക്കായിട്ട് കിട്ടാനായിട്ട്. ഇവിടെ 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഇവിടെ കേക്ക് റെഡി ആയിട്ടില്ല. അപ്പൊ ഈ ഒരു സമയം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ അതിന് താന്നു പോകാതെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഒരു 15 മിനിറ്റും കൂടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എന്തോന്ന് നോക്കാം. നല്ല കറക്റ്റ് ആയിട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഇത് വേറൊരു പാനിലേക്ക് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് ചൂടായി കിടക്കുന്ന ദോശക്കല്ലിന്റെ മുകളിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. വീണ്ടും ഒരു 10-15 മിനിറ്റും കൂടി അതേ തന്നെ ഇരിക്കട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് നല്ല കറക്റ്റ് ആയിട്ട് 2 വശവും ഒരേപോലെ തന്നെ നമുക്ക് ബേക്കായി കിട്ടും. ഇപ്പൊ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടി. അപ്പം കേക്ക് പൊങ്ങി നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്ക് പൊങ്ങി വന്ന് ഒരു 45 മിനിറ്റ് ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നട്ട്സും കിസ്മിസും ഒക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ അത് താന്ന് പോകാതെ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പൊ ഇത് നല്ലപോലെ ചൂടാറണം. ചൂടാറിയതിനു ശേഷം മാത്രമേ നമ്മൾ മുറിക്കാവുള്ളൂ. അതല്ലെങ്കിൽ പ്ലം കേക്ക് മുറിക്കുമ്പോൾ പൊടിഞ്ഞു പോകും. നന്നായിട്ട് ചൂടാറിയതിനു ശേഷം മുറിക്കുവാണെങ്കിൽ നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് തന്നെ സ്ലൈസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ നമ്മുടെ കേക്ക് നല്ലപോലെ തണുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പൊ മുട്ടയും ബട്ടറും ഒന്നും വേണ്ടാതെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ ഇഷ്ടമുള്ളവർ എല്ലാവരും ഈ കേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ പറയുകയും ചെയ്യണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.